ഇത് ബ്രൈമൂർ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിനി നേരെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ അത്രയ്ക്കും തിരക്ക് കുറഞ്ഞൊരു റൂട്ടാണ് ഈ കാണുന്നത്. ബ്രൈമൂർ എസ്റ്റേറ്റിനകത്തേക്ക് കയറാനുള്ള ഒരു എൻട്രി പോലുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ വഴി എന്തെങ്കിലും തെറ്റിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ എന്താണ് അറിവുള്ള ഒരാളും കൂടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കൂടെയാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പണ്ടങ്ങാട്ട് നിർമ്മിച്ച ഒരു ഹെലിപാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ ഇതിനകത്ത് വരാൻ പറ്റും കേട്ടോ. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ വരാൻ പറ്റും. 100 രൂപ ഉള്ളൂ. വണ്ടി കൊണ്ട് പറഞ്ഞാൽ 100 രൂപ, ആൾക്ക് 100 രൂപ. അപ്പോൾ അതിനകത്ത് വരാൻ പറ്റും. ഇവിടെ നിന്ന് സേഫായിട്ട് കുളിക്കാം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് കല്ലൊക്കെ എടുത്ത് വെച്ച് അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെ നിന്നും ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ബ്രൈമൂർ പോകുന്ന വണ്ടിയാണ്. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാണ്. രാവിലെ ഉച്ചയ്ക്കാണ് ഈ ബസ് ഉള്ളത് ഇവിടെ ബ്രൈമൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ മങ്കയം വാട്ടർഫാളൊക്കെ കഴിഞ്ഞു തിരിച്ചിറങ്ങി നമ്മളിനി ഫസ്റ്റ് സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ വഴി നേരത്തെ പോയതാണ് കേട്ടോ. ഒരു അരുവി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നില്ലേ, മങ്കയം വാട്ടർഫാളിൽ നിന്ന് വരുന്ന അതേ ജലമാണ് ഇതുവഴി പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് സോങ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിനി നേരെ മുകളിലേക്ക് പോവാണ്, ബ്രൈമൂർ എസ്റ്റേറ്റിനകത്തേക്ക്. ഫസ്റ്റ് ഇവിടെ നമ്മൾ രാവിലെ വന്ന ഒരു റിവർ അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അതിൻ്റെ ആൽബത്തിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ച ഇവിടെ കാണാം. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഒരല്പം ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോണത്. ഇതുവഴിയാണ് നമ്മൾ മങ്കയം വാട്ടർഫാളിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ നേരെ ഇനി ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. കാടിൻ്റെ ഒരു ആംബിയൻസാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല. ബോണക്കാട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്മുടിയുടെ അടിവാരമെന്ന് വേണമെങ്കിൽ പറയാം. ഇതുവഴി ട്രക്കിംഗ് ഉണ്ട്. ഇതുവഴി ട്രക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പൊന്മുടിയിൽ പോകാൻ പറ്റും. പക്ഷെ നടന്ന് പോകാൻ 6-7 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. ഇങ്ങോട്ട് കയറുമ്പോൾ റിസോർട്ട് കയറുമ്പോൾ താഴെ ഒരു റിസോർട്ട് കണ്ടു. ഇതാ ഇവിടെ ഒരെണ്ണം കാണുന്നു. ഇനിയാണ് നമ്മൾ നേരത്തെ വന്ന് മങ്കയം വാട്ടർഫാളിലോട്ട് പോകുന്നത്. നമുക്കിപ്പം നേരെ പോകാനുള്ളത് അവിടെ ബ്രൈമൂർ എസ്റ്റേറ്റ്. അവിടെ കുറേ ഹിഡൻ പ്ലേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാവുള്ളൂ. പുറത്തുനിന്ന് പോകുന്നവർക്ക് അത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. പിന്നെ അവിടെ ഉണ്ട് ദ്വാരക എന്ന് പറയുന്ന വാട്ടർഫാള്, പിന്നെ ഹെലിപാഡ് ഉണ്ടെന്ന് പറയുന്നു. എന്തായിരുന്നാലും പോയി തന്നെ കാണണം. ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കും അറിയത്തില്ല ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന്. ഞാൻ മാപ്പ് നോക്കിയില്ല, അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവരെ പുറകെ അങ്ങ് പോവാം. ഇവരാണ് നമ്മുടെ ബാക്കിയുള്ള ടീംസ്. അവിടെ പോയിട്ട് ഇനി 2 പാട്ട് ഉണ്ട്. ഒരു പാട്ടിൻ്റെ പകുതിയായി. ഇനി ആദ്യത്തെ പകുതിയും പിന്നെ 2 ഫ്രഷ് പാട്ടും കൂടെ എടുക്കാനുണ്ട്. ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ കൂടെ ഉള്ളതൊക്കെ വിഷ്വൽ കാണിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന വഴികളും എല്ലാം ഒന്ന് കണ്ടിരിക്കും കേട്ടോ. ഇവിടെയാണ് മങ്കയം വാട്ടർഫാൾ. ഇടത് സൈഡിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാർക്ക്, പിന്നെ കയറിയിരിക്കാനുള്ള ചെറിയ കൂടാരം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടാണ് പോയത്. മുകളിലാണ് വാട്ടർഫാൾ. ഇവിടെ അതിൻ്റെ ആൾക്കാരും സ്റ്റാഫുകളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത് ഇവിടെയാണ്. 1-2 പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോയത്. ഇനിയുള്ള കാഴ്ചകൾ എനിക്കും അറിയത്തില്ല. നേരെ പോവാം.
ബോണക്കാടൊക്കെ പോകുന്ന ആ ഒരു ഇതായിരിക്കും. ബോണക്കാട് പൊന്മുടിയൊക്കെ കയറുന്നില്ല, ആ ഒരു ഇതായിരിക്കും. പക്ഷേ അത് അവിടെ പൊന്മുടിയൊക്കെ ആണെങ്കിൽ എപ്പോഴും ആൾ വന്ന് പോയി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കയറ്റി വിടത്തില്ല. ഹെയർ പിൻ വളവുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഹെയർ പിൻ വളവുകൾ തുടങ്ങുകയാണ്. ചെറിയ റോഡാണ്, അതുകൊണ്ട് ഒരു കാറ് പോകുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ചെറിയ റോഡാണ്. നമ്മൾ ബോണക്കാട് പോകുന്ന ആ ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ. ബോണക്കാട് കയറി പോകുന്ന അതുപോലെ തന്നെയാണ്, ഒരു കാടിൻ്റെ ആംബിയൻസ്. പിന്നെ തിരക്കുകളൊട്ടുമില്ല. ഇങ്ങ് അകത്ത് വന്നപ്പോൾ ഇവിടെ റബ്ബറൊക്കെയാണ് നട്ടേക്കുന്നത്. റബ്ബർ വെട്ടുന്ന റബ്ബറാണ്, റബ്ബർ എസ്റ്റേറ്റ്. അപ്പുറത്തെ സൈഡ്, വലത് സൈഡ് കുറച്ച് ലോങ് ആയിട്ട് നല്ല വ്യൂ ഉണ്ട്. അടുത്തല്ല, നല്ല ലോങ് ആയിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അതായത് അകത്തോട്ട് പോകുമ്പോൾ, അകത്തേക്ക് പോകുമ്പോൾ നല്ല കാഴ്ചകൾ കാണുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചേട്ടനും കൂടെ നമ്മളെ കൂടെ ഉണ്ട്, പുള്ളിയുടെ പരിചയക്കാരനാണ്. ആ പുള്ളിയും കൂടെ നമ്മളെ കൂടെ വരുന്നുണ്ട്. വാട്ടർഫാൾ കഴിഞ്ഞിട്ട് ഇങ്ങ് കുറച്ച് ദൂരമായി, പക്ഷേ ഇതുവരെ പോലും ഒരു വണ്ടി പോലും തിരിച്ച് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കും തിരക്ക് കുറഞ്ഞൊരു റൂട്ടാണ്. എനിക്ക് തോന്നുന്നു മങ്കയം വാട്ടർഫാളിൽ നിന്ന് മുകളിലോട്ട് ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് ഇങ്ങോട്ട് വേറെ വണ്ടികൾ അങ്ങനെ കടത്തി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉള്ള ആൾക്കാർക്ക് പിന്നെ ബസ്സിൽ വന്നിറങ്ങാം, അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് പ്രവേശനം ഉള്ളതായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട്. ഒരു വണ്ടി പോലും തിരിച്ചും പോയില്ല, നമ്മളെ പാസ് ചെയ്തും ഒരു വണ്ടി പോയില്ല. ഇടയ്ക്ക് 1-2 വണ്ടികൾ സൈഡിൽ വച്ചിട്ടുണ്ട്, അത് ഇവിടുത്തെ ജോലിക്കാരോ വല്ലതൊക്കെ ആയിരിക്കും. ബോർഡ് കാണുന്നുണ്ട്, ബ്രൈമോർ. ഓക്കെ, ബ്രൈമൂർ എന്ന് പറയുന്ന സ്ഥലം എത്രയെന്ന് പറഞ്ഞു. ബ്രൈമൂർ എസ്റ്റേറ്റ്, ഇവിടെയാണ് എസ്റ്റേറ്റ്. നമ്മളെ വണ്ടി ഒതുക്കി ഇവിടെ എസ്റ്റേറ്റിൻ്റെ പരിപാടികളൊക്കെയാണ് തോന്നുന്നു കേട്ടോ. അകത്ത് വിടുമോ അല്ലേ? ഇവിടെ തന്നെയാണ് അകത്ത് വിടുമോ? ഓ, ഈ കാണുന്നത് ബ്രൈമൂർ എസ്റ്റേറ്റിന് അകത്തേക്ക് കയറാനുള്ള ഒരു എൻട്രി പോലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വേറെ വണ്ടികളൊന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല എന്ന്. അങ്ങനെയല്ല, ഇവിടെ വന്ന് നമ്മൾ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അകത്ത് എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മുകളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ ബംഗ്ലാവുകളുണ്ട്. അവിടത്തേക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എസ്റ്റേറ്റിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അതിനകത്ത്. ഇപ്പോൾ ബ്രൈമൂർ എസ്റ്റേറ്റ് ആ കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാലം ക്രോസ് ചെയ്യുന്നുണ്ട്. അടി കൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ടാറിട്ട റോഡ് തന്നെയാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഓഫ് റോഡാവും എന്നാണ് പറഞ്ഞത്. എന്തായാലും ബൈക്ക് റിസർവ് ആയിട്ടുണ്ട്. ഞാൻ രാവിലെ പെട്രോൾ അടിച്ചതാണ്, 200 രൂപയ്ക്കേ അടിച്ചുള്ളൂ. അതാണ് കുഴപ്പം. നേരത്തെ കുറച്ചുകൂടെ അടിച്ചിരുന്നെങ്കിൽ ടെൻഷൻ വേണ്ടായിരുന്നു. നോക്കാം. ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ റോഡിൻ്റെ സൈഡിലാണ്ടേ. ബംഗ്ലാവ് റോഡ് 105. ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗ്ലാസ് ബംഗ്ലാവ് അല്ലേ? അതങ്ങോട്ടാണോ എന്ന് സംശയമുണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടാ അവിടെ പോകുന്നുണ്ട്. അവിടെ പോയി ഒരു കുരങ്ങതോ പോകുന്നുണ്ട്. വരാം അത് കയറിപ്പോയി.
താഴെ നിൽക്കുന്ന റോഡ് സൈഡിൽ നിൽക്കുന്ന കേട്ടോ ഫ്രങ്ങൻസ്. അകത്തോട്ടും വീടുകളുണ്ട്. വീടുകളായിരിക്കില്ല, അവരുടെ ലയങ്ങളൊക്കെ ആയിരിക്കും. മെറ്റൽ റോഡായി കേട്ടോ. റോഡ് ടാറ് മാറി. എൻ്റെ എല്ലാ സാധനങ്ങളോടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് റിസ്ക്കാണ്. ലോട്ടസ് ബംഗ്ലാവ് ഗസ്റ്റ് ഹൗസ്, GM ബംഗ്ലാവ്. GM ബംഗ്ലാവ് നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ അങ്ങോട്ട് 1-2 ബംഗ്ലാവ് കാണിച്ചിട്ടുണ്ട്. കാട്ടിലാണെങ്കിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് റബ്ബർ, ഒരു സൈഡ് നല്ല, 2 സൈഡ് റബ്ബറാണ്. ഇതൊക്കെ ആൾക്കാരുണ്ട്, അവരുടെ ലയങ്ങൾ തന്നെയാണ് അവിടെ. ഇതൊക്കെ നമ്മൾ ബോണക്കാട് പോകുമ്പോൾ ഇതുപോലുള്ള കെട്ടിടങ്ങൾ കാണാം. അല്ല, സ്കൂൾ കെട്ടിടങ്ങൾ പോലെയുള്ള നീളത്തിലുള്ള കെട്ടിടങ്ങൾ ലയങ്ങളായിരിക്കും. നമ്മൾ ഈ എസ്റ്റേറ്റിനകത്തൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഈ റോഡ് സൈഡിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. അത് നല്ലൊരു അട്രാക്ഷനാണ്. ഒരുപാട് തരത്തിലുള്ള വെറൈറ്റിയുള്ള മരങ്ങളും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാടിൻ്റെ ആംബിയൻസ് തന്നെയാണ്. പിന്നെ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കാട് പോലെ തന്നെയാണ്. ഒരു വലിയൊരു ഏരിയ വ്യാപിച്ച് കിടക്കുന്ന ഒരു എസ്റ്റേറ്റ്. അടുത്തൊരു ബോർഡ് കാണുന്നുണ്ടേ, GM ബംഗ്ലാവ്. ഇവിടെയും മാഡം വാട്ടർഫാൾ. അതടുത്തോട്ട് GM ബംഗ്ലാവ്. ബംഗ്ലാവിലോട്ടാണ് ഇപ്പോൾ പോണത്. അവിടെ ഒരു വാട്ടർഫാളുണ്ട് കേട്ടോ, മാഡം വാട്ടർഫാൾ. അതാണ് നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റണമെങ്കിൽ കയറാം. പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. കുറേ ദൂരമുണ്ട് അകത്തേക്ക്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ റോഡുകൾ പല സൈഡിലേക്കും തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എപ്പോഴും വേണോ മഴ പെയ്യാം, അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളുണ്ടല്ലോ, അതും ഇതുപോലെ ഓഫ് റോഡും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള റോഡുകളാണ്. നമ്മൾ വാഹനത്തിലൊക്കെ വരുമ്പോൾ, ബൈക്കിലോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വഴി എന്തെങ്കിലും തെറ്റിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഇത് എന്താണ്, അറിവുള്ള ഒരാളും കൂടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കൂടെയാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാടാണ്, കാടിൻ്റെ ഏരിയയാണ്. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് വേറെ പല വഴികളിലേക്ക് തിരിയുമ്പോഴും ഉള്ളത്. പിന്നെ വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ പല സൈഡിലേക്കും ബംഗ്ലാവുകൾ, അത് ഗസ്റ്റ് ഹൗസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും വരുമ്പോൾ അത് പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. നമ്മളിപ്പോൾ GM ബംഗ്ലാവ് എന്ന് പറയുന്ന ആ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ ഇതാണ് ആംബിയൻസ്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു കാട്ടിൻ്റെ നടുക്ക് എന്ന് ചിന്തിക്കുക. ഒത്ത നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു ബംഗ്ലാവ്. അപ്പോൾ ഇതിനെ പറയുന്നത് ഗ്ലാസ് ബംഗ്ലാവ് എന്നാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ബംഗ്ലാവാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു മരം, ഒരു വലിയ മരം. നമ്മൾ സാധാരണ കാണുന്ന മരമാണ്, പക്ഷേ അതിൻ്റെ സൈസ് നമ്മൾ ഇത്രത്തോളം വലിയ സൈസ് നമ്മൾ കണ്ടിട്ടില്ല. കയറി വരുമ്പോൾ 2 സൈഡിൽ ഇതുപോലെ തന്നെ ഉള്ളിച്ചെടികൾ പോലുള്ള ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ പടിക്കെട്ട് കയറി നമ്മൾ ചെല്ലുമ്പോൾ ബംഗ്ലാവ് കാണാൻ പറ്റും. പല വലിയ മരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ഇതുപോലെ തോന്നുന്നല്ലേ. പക്ഷേ ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഒന്ന് ചേഞ്ചാക്കി നോക്കാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വേറെ ആളനക്കോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ലേഡി ഉണ്ടായിരുന്നു, അപ്പോൾ വേറെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കോ അല്ലാതെ 1-2 പേരൊക്കെ കൂട്ടുകാരോ ആറ്റൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ വേറെ ആരോ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇത് ഗസ്റ്റ് ഹൗസായിട്ട് ആൾക്കാർ താമസിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നു. കാടിൻ്റെ നടുക്ക് പോലെ തന്നെയാണ് കേട്ടോ. AD 1880 ഈ റൂം. അതിൻ്റെ ഒരു ബോർഡൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. പിന്നെ റൂമുകളുടെ എണ്ണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് സൂക്ഷിക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു കാടിൻ്റെ നടുക്കുള്ളൊരു വീട് ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ കൊളയട്ട ഉണ്ടല്ലോ, അതുണ്ട് കേട്ടോ. നമ്മളെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ പറ കടിച്ചു, എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പ്രേ കയ്യിൽ കരുതിയിരുന്ന ഇത് വരത്തില്ല എന്ന് പറയുന്നത്. കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം പോരാ, അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ആ സ്മെല്ല് കൊണ്ട് വരത്തില്ല എന്ന് പറയുന്നു. പിന്നെ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. പല സിനിമകളുടെയും ലൊക്കേഷനായിട്ടുള്ള ബംഗ്ലാവ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അടുത്ത് വലുതായിട്ട് കാര്യമായിട്ടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സാഹചര്യം അതായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നേനെ. പിന്നെ ഇത് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഏരിയ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റ് അങ്ങനെയാണ്. ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ ഒരാളുടെ കീഴിലാണ്. ആ പുള്ളിക്കാരൻ താമസിക്കാനും അവിടെ വരുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ വേറെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. നമ്മൾ നിന്നപ്പോഴും അവിടുത്തെ ഗസ്റ്റ് ഇന്ന് വരും എന്ന് പറഞ്ഞു. അവിടെ താമസിക്കാനും പറ്റും. അപ്പോൾ അതിനെന്തൊക്കെ പാക്കേജ് ഉണ്ട്. നമ്മൾ താഴെ ആ ബോർഡ് കണ്ടില്ലേ, ബ്രൈമൂർ എസ്റ്റേറ്റിൻ്റെ ബോർഡ് കണ്ടില്ലേ, അവിടെ വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ തന്നേനെ. പക്ഷേ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരെയാണ് അതുവഴിയാണ് ഇടത് സൈഡിൽ കൂടെയാണ് വന്നത്. ഇനി വലത് സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ്. മേഡം വാട്ടർഫോൾ എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടല്ല, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേഡം വാട്ടർഫോൾ കാണിച്ചിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് മെറ്റൽ റോഡും ടാർ റോഡൊന്നും അല്ല, തടം തന്നെയാണ്, അതായത് ഓഫ് റോഡ് തന്നെയാണ്. ബൈക്കുകളൊക്കെ സുഖമായിട്ട് കയറിപ്പോവും. ഉള്ളോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ഇവിടെ നോ പ്രോബ്ലം, കുഴപ്പമില്ല. പക്ഷേ വഴിയിലൊന്നും ആരും കാണാനില്ല, തൊഴിലാളികളോ ആരും തന്നെ കാണാനില്ല കേട്ടോ. ഇനിയും വഴി തിരിയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നും വലത്തേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. ഒരുപാട് റബ്ബറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പുൽത്തൈലമൊക്കെ ഉണ്ടാക്കുന്നില്ല ആ ടൈപ്പ് മരമുണ്ട്. പിന്നെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഒരുപാട് ജാതി മരമുണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കൃഷി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇങ്ങനെ കാണുന്ന ഈ റോഡിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഫുള്ള് കല്ലാണ്, കരിങ്കല്ല്. പിന്നെ തടമാണ്. ഈ റോഡ് കയറിയാണ് നമുക്ക് അങ്ങ് ചെല്ലാനുള്ള. അത്യാവശ്യം ഓഫ് റോഡെന്ന് പറയാം കേട്ടോ. പിന്നെ അടിയൊക്കെ തട്ടുന്ന കാറൊക്കെ ആണെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ബൈക്ക് കുഴപ്പമില്ലാണ്ട് പോവും. ആ റോഡ് നമ്മൾ നേരെ വന്നെത്തുന്നത് പണ്ടങ്ങാട്ട് നിർമ്മിച്ച ഒരു ഹെലിപാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ആ ഒരു രീതിയിൽ അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഹെലിപാഡ് ഗ്രൗണ്ട് എന്നാണ് ഇവിടം പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല ഇവിടെക്കുറിച്ച്. ആ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. അപ്പോൾ ഹെലിപാഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മേഡം വാട്ടർഫോൾ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പോകുന്നത്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടാരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മെയിനായിട്ട് വാഹനം പാർക്ക് ചെയ്യാനും അവിടെ സാധിക്കും. ഇതാ കാണുന്നില്ലേ മേഡം വാട്ടർഫോൾ. അപ്പോൾ അവിടെ നിന്നൊരു ആരോ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ വഴിയാണ് കേട്ടോ. അതുവഴി നമ്മൾ ഈ ജാതി മരങ്ങളാണ് സൈഡിലൊക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ തേയില ചെടികളും ഉണ്ട്. ആ കാണുന്ന ചെറിയ കുറ്റിച്ചെടികളായിട്ടൊക്കെ നിൽക്കുന്നത് തേയില ചെടികളാണ്. അപ്പോൾ ഇതുവഴിയുള്ള ചെറിയൊരു നടവഴിയാണ്. നടവഴി നമ്മൾ നടന്ന് മുന്നേക്ക് പോകുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി നേരെ മേഡം വാട്ടർഫോളിലേക്കാണ്. കാടാണ്, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും ഉണ്ടാവും. അതിന് തെളിവാണ് കേട്ടോ. നമ്മൾ പോയ വഴിക്ക് ആനപ്പിണ്ടം ഉണ്ടായിരുന്നു. പഴയതാണ്, എന്നാലും ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. വരുന്നവർ അതും കൂടെ മുന്നിൽ കണ്ടു വരിക കേട്ടോ. പേടിപ്പെടുത്തുന്നതല്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കുക, അത്രമാത്രം. ആൾക്കാരും കയറ്റി വിടുമോ ഇവിടെ ഇങ്ങനെ മുകളിൽ തന്നെ? അല്ല, അങ്ങ് താഴെ ചെക്ക് പോസ്റ്റിൽ എപ്പോഴായിരുന്നാലും കയറ്റി വിടുമോ? ടിക്കറ്റ് എടുത്താൽ കയറാം. ഓ, ഈ എസ്റ്റേറ്റ് വരെ വരാം. ഇവിടെ എല്ലാം കയറി കണ്ടിട്ട് പോവാം.
ടോപ്പിലൂടെ വന്നിട്ട് നമ്മളിപ്പോൾ അവിടെ പോയില്ലേ, അവിടെ പോയി അവിടെയും പൈസ അടച്ചാൽ നമുക്ക് കയറാം. നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്നും ഇല്ലെങ്കിലും വന്നു പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് പേര് കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ് ഈ മാഡം വാട്ടർഫോൾ എന്ന് പറയുന്ന സ്ഥലം. അവിടെ സേഫായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദൂരം കാട് കയറിയൊക്കെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ വഴി നേരെ വന്നെത്തുന്നത് നമ്മുടെ വാട്ടർഫോളിലേക്കാണ്. കുറച്ച് പടിക്കെട്ടിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റും. വളരെ വ്യത്യസ്തത ഉള്ളൊരു വാട്ടർഫോളാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്നതിനേക്കാളും വ്യത്യസ്തത ഉണ്ട്. അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കയറി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു വലിയൊരു പാറ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ട് സൈഡ്, നമ്മൾ നിൽക്കുന്ന ഈ സൈഡുണ്ടല്ലോ, നമ്മൾ മുന്നേ പോയ മങ്കയ വാട്ടർഫാളും അതുപോലെയാണ്, നല്ല ആഴത്തിലാണ്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നല്ല ആഴത്തിലേക്കാണ് ആ വെള്ളം നമുക്ക് കാണാൻ സാധിക്കേണ്ട. രണ്ട് സൈഡും നല്ല ഹൈറ്റാണ്. ഇതിൻ്റെ നടുവിലൂടെയാണ് ആ വാട്ടർഫോൾ പോകുന്നത്. നമ്മൾ ദൂരെ കാണുന്നതാണ് മാഡം വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഇവിടെ സേഫായിട്ട് കുളിക്കാം, അതാണ് എല്ലാവരും പറയുന്നത്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. പന്താടിക്കളം വാട്ടർഫോൾ, മാഡം വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കയറി വന്നപ്പോഴാണ് കേട്ടോ. എന്തോ തോന്നുന്നു, കൊള്ളാം കേട്ടോ. അപ്പോൾ നല്ല ആഴത്തിലാണ് നടക്കുന്നത്. അതായത് ഇവിടെ കമ്പി വേലികളൊക്കെ വെച്ചിട്ടുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. സേഫായിട്ട് കുളിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് മുകളിൽ വെള്ളം ചാടി വരണമുണ്ട്. ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കല്ലൊക്കെ വാരി വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോകും. കൊള്ളാം അല്ലേ? നേരത്തെ പറഞ്ഞാൽ ഇതിനകത്ത് വരാൻ പറ്റും കേട്ടോ. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ വരാൻ പറ്റും. 100 രൂപ ഉള്ളൂ. വണ്ടി കൊണ്ട് പറഞ്ഞാൽ 100 രൂപ, ആൾക്ക് 100 രൂപ. അപ്പോൾ അതിനകത്ത് വരാൻ പറ്റും. ഓക്കെ, ഇതൊരു പാറയാണ്. ഇതിനകത്ത് ആൾക്കാർ രാത്രിയിൽ വന്ന് ഫുഡൊക്കെ പാചകം ചെയ്ത് ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ കത്തിക്കാൻ്റെ പാടുകൾ. ഇത് അതിനകത്ത് നിന്നാൽ മഴ നനയത്തില്ല കേട്ടോ. മഴ നനയത്തില്ല. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ നിന്ന് നല്ല ആഴമുണ്ട് രണ്ട് സൈഡും. ഇതിനേക്കാളും ഹൈറ്റാണ് അപ്പുറത്തെ സൈഡ്. അതിൻ്റെ നടുക്കൂടെയാണ് ഈ വാട്ടർഫാൾ പോകുന്നത്. അന്നേരം താഴെ പോയിട്ടാണ് നമുക്ക് സോങ് ഷൂട്ട് ചെയ്യാനുള്ളത്. താഴോട്ട് പോവാം. അട്ടശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നേരത്തെ പോയിടത്തു നിന്ന് കടികൾ കിട്ടി. എനിക്കല്ല, കൂടെ വന്നവർക്ക്. പക്ഷെ ഇവിടെ അട്ട കാണാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യം മാത്രമാണ് ഒരു പേടി. കയറിയാലും അറിയാൻ പറ്റില്ല, ഇരുന്നാലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്ര ഹൈറ്റ് ഉണ്ട്. നമ്മൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം മാഡം വാട്ടർഫോൾ. ഇവിടെ നിന്ന് സേഫായിട്ട് കുളിക്കാം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് കല്ലൊക്കെ എടുത്ത് വെച്ച് അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെ നിന്നും ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങറ്റം വരെ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളവിടെ വന്ന സമയത്ത് ഒരു ചെറിയൊരു നീർക്കോലിയാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ കണ്ട ഒരു അതിഥിയാണ്. ആ പുള്ളിക്കാരൻ എങ്ങോട്ടോ പോയി. എന്തായിരുന്നാലും ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി ഇങ്ങനെ ആ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ഇതായിരിക്കും നമ്മൾ പിന്നീട് കാണുന്ന താഴേക്കുള്ള ഓരോ വെള്ളച്ചാട്ടങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് സോങ് ഷൂട്ട് ചെയ്തത് കേട്ടോ. എന്തായാലും വളരെ മനോഹാരിത ഉള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത്. ഓർക്കുക, ഒരുപാട് ദൂരം ഉള്ളിലാണ്, എസ്റ്റേറ്റിനകത്താണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സോങ് ഷൂട്ട് ചെയ്തു. സോങ് റിലീസായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതുകൂടെ കയറി കാണുക കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയിൽ കൂടെ അംഗമാകുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഒരു സ്ഥലത്തെ വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്കാറും ഇങ്ങനെയാണ്. കാട്ടിൽ നടുവിൽ ഒറ്റയ്ക്കല്ല കേട്ടോ, അവരുണ്ട്.
അവരിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. പക്ഷെ മഴ, ഭയങ്കര മഴ. നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരു 10 മിനിറ്റത്തെ വ്യത്യാസത്തിൽ മഴ തകർക്കുകയാണ്. വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ ആൾ പോയിട്ടുണ്ട്. ആ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, അങ്ങ് എൻ്റെ ബൈക്ക് ഇരിപ്പുണ്ട്. മഴ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ റേഞ്ചൊന്നുമില്ല, റേഞ്ചില്ല, നെറ്റില്ല, ഒന്നുമില്ല. ഭയങ്കര മഴയാണ്. ഓക്കെ, എന്തായിരുന്നാലും ബ്രൈമൂറിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാനങ്ങനെ ഇന്ന് താഴെ എത്തും, മഴയത്തൊക്കെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിശേഷം കാണാം. ബൈ ബൈ ബൈ.